നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ഫിലിപ്പീൻസിനെ കുറിച്ചുള്ള 16ാമത്തെ എപ്പിസോഡാണ് ഇത്. 15ാമത്തെ എപ്പിസോഡ് ഓൺ എയർ ആക്കിയതിനു ശേഷം ഞാൻ ഒരു ജപ്പാൻ യാത്ര ചെയ്തു. തുടർന്ന് ജപ്പാൻ കാഴ്ചകളുമായി 17 എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഫിലിപ്പീനുമായി ബന്ധപ്പെട്ട് അവശേഷിച്ച കാഴ്ചകളും വിവരണങ്ങളും തുടരുകയാണ് ഈ എപ്പിസോഡോടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തുടക്കമിടുന്ന ഭാഗമായിരുന്നല്ലോ അവസാനമായി ഞാൻ നിങ്ങളിൽ എത്തിച്ച ഫിലിപ്പീൻസിൻ്റെ വീഡിയോയിലെ വിഷയം. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അതുകൊണ്ടിരിക്കുന്ന ഈ സ്പോട്ടും ഈ സ്ഥലവും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. കാരണം ഇവിടെ ചെറിയ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ യാത്രയിൽ മറക്കാൻ ആവാത്ത ഒരു അനുഭവം എനിക്കുണ്ടായത് ആ സ്ഥലത്ത് വെച്ചാണ്. അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഞാനിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് യാത്രയുടെ പകുതി കഴിഞ്ഞപ്പോൾ ഈ ബോട്ടിന് അല്ലെങ്കിൽ ഈ വള്ളത്തിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാവാത്ത വിധത്തിലുള്ള ഒരു സ്ഥലം എത്തിച്ചേർന്നു. അതായത് ആ സ്പോട്ടിലാണ് ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം അവർ രണ്ടുപേരും കൂടി ഈ ബോട്ട് പൊക്കിയെടുത്ത് കരയിലൂടെ കൊണ്ടുപോയി അരുവിയുടെ സൗകര്യപ്രദമായ മറ്റൊരു ഭാഗത്ത് വയ്ക്കും. നമ്മൾ നടന്ന് ആ ഭാഗത്തേക്ക് എത്തിച്ചേരണം. കാര്യം വളരെ നിസ്സാരം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാലികേറാമലയായിരുന്നു. ശാരീരികമായി സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്ന എനിക്ക് എൻ്റെ കാലിൻ്റെ പാദങ്ങളിലെ സെൻസർഷിപ്പ് കുറവായിരുന്നു. അതായത് തഴമ്പ് കുറവാണ്. അത് കാരണം തെന്നൽ ഒരുപാടുണ്ടാകും. എൻ്റെ കാലിൽ നിന്ന് എവിടെ പ്രതലത്തിൽ ചവിട്ടിയാലും തെന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോഴും ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ഥലം, ആ ഇറക്കിവിട്ട സ്ഥലവും തിരിച്ച് ചെന്ന് കയറുന്നിടം വരെയും ഉരുണ്ട പാറകളായിരുന്നു. രണ്ട് കൈയും കൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റുമായിരുന്നില്ല. 4 കാലും ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ അവിടെ എത്തുമായിരുന്നുള്ളൂ. അതുപോലെ സ്ഥലമാണ്. ആ സ്ഥലത്തെ കാര്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട ഉടനെ തന്നെ ബുദ്ധിമാനായ എൻ്റെ ക്യാമറ പെട്ടെന്ന് അതിൻ്റെ കവറിൽ വിളിച്ചു. അത് കാരണം ആ ഭാവം എനിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചില്ല. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നമ്മളുടെ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഏകദേശം 95% നമ്മൾ പൂർത്തീകരിച്ചു ഈ യാത്രയുടെ ലക്ഷ്യം. ഇനി ഈ സ്ഥലത്ത് ഇറങ്ങി ആ വെള്ളച്ചാട്ടം കണ്ട സ്ഥലത്തേക്ക് പോവുകയും ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കുകയുമാണ് ബാക്കിയുള്ളത്. പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് കാരണം 2 മണിക്കൂറായി വെള്ളത്തിലിരിക്കുന്നു. ഒരേ ഇരിപ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ 3 പേരും തീരുമാനിച്ച് തിരിച്ചു പോകാം. എന്തിന് നമുക്കവിടെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് ഞങ്ങളുടെ യാത്ര തിരിച്ചു വിട്ടു. മടക്കയാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഫിലിപ്പീൻസിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് പക്സഞ്ചർ വെള്ളച്ചാട്ടം. ലഗുന പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഈ പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാരങ്ങളിൽ ഒന്നാണ്. പക്സഞ്ചർ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിൻ്റെ തുടക്കം ബോട്ട് സവാരിയിലൂടെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് മടങ്ങിപ്പോകുന്നത്. ഇവിടെ ഈ ബോട്ട് നിയന്ത്രിക്കുന്നവർ അവർ 2 പേരുണ്ട്. മുകളിലേക്ക് ഈ അരുവികളിലൂടെ ഒഴുക്കിന് എതിരെ തുഴഞ്ഞും അല്ലാതെയും വളരെ കഠിന പ്രയത്നം ചെയ്ത് ഇവർ നമ്മൾ കാണാൻ ലക്ഷ്യമിടുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ എത്തിക്കും. തുടക്കം മുതൽ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ എത്തുന്നവരെയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ മനോഹരവും അവർണ്ണനീയവുമാണ്. ഒന്ന് ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്ര മനോഹരമാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ യാത്രയുടെ ഏറ്റവും രസകരമായ ഭാഗം ബോട്ടുകാർ എങ്ങനെ കല്ലുകൾക്കിടയിലൂടെ ബോട്ടിനെ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് മറിയാതെയും യാത്രക്കാരെ സുരക്ഷിതമായ ലക്ഷ്യത്തിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുതിരവട്ടം പപ്പുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഡയലോഗാണ്. ആ യഥാർത്ഥ വാചകം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എങ്കിലും പപ്പു ഉദ്ദേശിച്ച ആശയം ഏകദേശം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു വശത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയാൽ മതി, എല്ലാം തീരും. എൻ്റെ പടച്ചോനെ കാത്തോളീൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വിടിയിലായിരുന്നു. ഇങ്ങനെ തന്നെ ആയിരുന്നു ആ വാചകം എന്നൊരു സംശയമുണ്ട്. എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ സന്ദർഭത്തിന് അനുയോജ്യമായി. ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കയറ്റത്തിനല്ല, ഇപ്പോൾ ഒഴുക്കിനോട് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അത് കാരണം വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറി വന്നപ്പോഴായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഒഴുക്കിനെതിരെ തന്നെ അവർ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. ഫിലിപ്പീൻസിലെ മണീല സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ബോട്ട് റൈഡിങ്ങും. ഇവിടെ എത്താൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും മണീലയിൽ നിന്ന്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലേക്കും തിരിച്ചും നമ്മളെ കൊണ്ടുപോകാൻ ഒരാൾക്ക് ഏകദേശം 1300 പെസോ ചിലവാകും.
നമ്മളുടെ ഫോണിന് ഒരു പ്ലാസ്റ്റിക് കവർ കരുതുന്നത് ഏറ്റവും നല്ലത് തന്നെ. വസ്ത്രങ്ങൾ നനഞ്ഞതിനാൽ നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ്. അതിനും വേണ്ടുന്ന മുൻകരുതൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 ജീവനക്കാർ നമ്മളെ തോണിയിൽ കൊണ്ടുപോവുകയും യാത്ര വളരെ കുതിച്ചാട്ടമാണ്, വളരെ സാഹസികമായിട്ടുള്ളൊരു യാത്രയാണ്. അവർ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. മുതിർന്നവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ ട്രിപ്പ് എന്ന് ഞാൻ ലാസ്റ്റാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. തോണി തുഴയുന്നവർക്ക്, അതായത് റൈഡർക്ക് ഒരു ടിപ്പ് നിർബന്ധമാണ്. അത് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഏകദേശം ഈ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവരോട് തന്നെ നമുക്കൊരു സിമ്പതി തോന്നും. കാരണം കഷ്ടപ്പാടുകൾ കാണുമ്പോൾ, ജീവിതമാർഗങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സിമ്പതി തോന്നും. മാത്രമല്ല, ഇദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയും ചെയ്തു. നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് ഏകദേശം 2000-ഓളം ബോട്ടുകൾ ഇതുപോലെ കാത്ത് കിടക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ 2 or 3 ട്രിപ്പാണ് ചിലപ്പോൾ അവർക്ക് കൂടിയാൽ കിട്ടുന്നത്. അതുകൊണ്ട് വേണം അവർ ജീവിതകാര്യങ്ങൾ മുഴുവൻ നടക്കാൻ വേണ്ടി. വളരെ നിഷ്കളങ്കരായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും പച്ചവശങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ അവർ താല്പര്യരായിരുന്നു. അതൊരു ടിപ്പിന് വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് യഥാർത്ഥ കഥകളാണെന്നുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ യാത്ര വളരെ ആനന്ദപ്രദമായിരുന്നു ഞങ്ങൾക്ക്. ആദ്യം പുറപ്പെട്ടപ്പോൾ ഇത്ര കഷ്ടപ്പാടുകളോ ഇത്ര ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കുമോ എന്ന ധാരണ ഞങ്ങൾക്കില്ലായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് ഇത് കയറി വന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി, അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി ഈ അരുവികളുടെ വെള്ള ഒഴുക്കിന് എതിരായിട്ടുള്ള യാത്ര ഇച്ചിരി കഠിനമായിരുന്നു. മാത്രമല്ല, നമ്മുടെ കൂടെ വന്നവരെ റൈഡറുകളുടെ കഠിനാധ്വാനം കാണുമ്പോഴും ചിലപ്പോൾ മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അനുഭൂതിയാണ് നമുക്ക് ഈ യാത്ര ഉടനീളം കണ്ടത്. നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ, വളരെയധികം യാത്രക്കാരും വിനോദസഞ്ചാരികളും ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇത് ആഘോഷിക്കാൻ വേണ്ടി മാത്രം. 1, 2, 3 പ്രാവശ്യം പോയിട്ട് വരുന്നവരുണ്ടെന്നാണ് ഈ കൂട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ റൈഡുകൾ ഏകദേശം പൂർത്തിയാക്കി നമ്മൾ വിശാലമായിട്ട് സ്ഥലത്തെത്തിയെന്ന് തോന്നുന്നു ഉണ്ട്. ഇതിൻ്റെ ഇരു കരകളിലും പല രീതിയിലുള്ള വിനോദസഞ്ചാരികൾ വന്ന് തമ്പടിച്ച് അവർ സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട്. കുടുംബത്തോട് വന്ന് ഈ അരുവിയുടെ കരയിൽ തന്നെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്നത്തക്ക രീതിയിലുള്ള ടൂർ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വരുന്നവരും അവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. കണ്ടോ, വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടോ, ഫാമിലിയോട് കൂടി തന്നെ വന്ന് വെള്ളത്തിൽ കുളിക്കുന്നു. അതുപോലെ തന്നെ ഇരു കരകളിലും പല രീതിയിലുള്ള ടെൻറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങാം. നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സമാധാനപരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ അവിടെ എല്ലാം ഫീസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഈ റൈഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് പോകാം, സമയമെടുക്കും, പക്ഷേ അതുപോലെ തന്നെ അവർക്ക് അവിടെ ഫീസും നൽകേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നമ്മൾ വിശാലമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇപ്പോഴും ഒഴുക്ക് തന്നെ, കല്ലിൻ്റെ മേളിൽ കൂടെയുള്ള പാറകളുടെ മേളിൽ കൂടെയുള്ള യാത്രയാണ്. ഈ 2 റൈഡറുകളെയും നമുക്ക് വളരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ പരിചയസമ്പന്നരാണത്. അങ്ങനെ ഏകദേശം നമ്മുടെ അവസാന പോയിന്റിലേക്ക് വന്നിരുന്നു. നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ നമ്മളെ പൈലറ്റായിട്ട് അനുഗമിച്ച ആ വള്ളം ബോട്ടും യന്ത്രത്താൽ പ്രവർത്തിക്കുന്ന ബോട്ടാണത്. ആ ബോട്ടിലേക്ക് നമ്മുടെ വള്ളം ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതിലുള്ള റൈഡർക്ക് വിശാലമായിട്ടും വിശ്രമിക്കാം. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. മുമ്പേ കാണുന്ന പൈലറ്റ് വള്ളം നമ്മളെ വലിച്ചുകൊണ്ട് നമ്മളെ എത്തേണ്ട സ്ഥാനത്ത് വരെ അത് കൊണ്ടുപോകും. അത് കാരണം ഇനി അവർക്ക് വിശ്രമമാണ്. ഞങ്ങളുടെ ഫിലിപ്പൈൻ യാത്രയിലെ അവസാന ദിവസമായി ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഐക്കോണായിരുന്നു ഈ യാത്ര. യാത്രയെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊരു സാഹസിക യാത്ര എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ കഴിഞ്ഞ ആ സാഹസിക യാത്രയോട് കൂടി ഏകദേശം ഞങ്ങളുടെ ഫിലിപ്പൈൻ സന്ദർശനം പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര ചെയ്യുകയാണ്. നാളെ 11:15 സിംഗപ്പൂർ എയർലൈൻസിനാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ളത്. മണില സിംഗപ്പൂരിൽ നിന്നും കൊച്ചിയിലേക്ക്. ഇതാണ് ഞങ്ങളുടെ മടക്ക യാത്രയുടെ ഐറ്റിനറി. വൈകുന്നേരം ഹോട്ടലിലെത്തി ഞങ്ങളുടെ ഫുഡ്. ഇന്ന് ഞങ്ങൾക്ക് അവസാനമായി കിട്ടിയത് ഫിലിപ്പൈൻസിൻ്റെ നാടൻ ഭക്ഷണം. അതിനോടുകൂടി തന്നെ ചില പ്രത്യേക ഐറ്റംസോട് കൂടി തന്നെ ഒരു വിരുന്ന് സർക്കാരെന്ന് പറയാം. അതേ രീതിയിലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ അത്താഴം ഒരുക്കിയിരുന്നത്. എല്ലാവരും അത് വേണ്ടവോളം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. മത്സ്യങ്ങളില്ലാതെ ഒരു ജീവിതം, അല്ലെങ്കിൽ മത്സ്യ ഫുഡില്ലാതെ അരിയും ഇല്ലാതെ ഒരു ആഹാരം ഫിലിപ്പൈൻസുകാർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ പ്രധാന ഭാഗങ്ങളിലും മത്സ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വേണ്ട രീതിയിൽ തന്നെ അത് ആഘോഷിക്കുന്നുണ്ട്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഭക്ഷണം
കഴിക്കുന്നുമുണ്ട്. എനിക്ക് കിട്ടിയ ആഹാരമാണിത്. അടുത്ത ഒരു എപ്പിസോഡുകൂടി തന്നെ എൻ്റെ ഈ ഫിലിപ്പൈൻ യാത്രയുടെ വിശദീകരണങ്ങൾ തീരും. എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.